അതാണ് ബിദ്അത്തുകാരും ഫാസിഖീങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ബിദ്അത്തുകാരും ഫാസിഖീങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ്. ബിദ്അത്തുകാരൻ ഒരിക്കലും അവൻ ചെയ്തു പോകുന്ന ബിദ്അത്താവുന്ന അബദ്ധത്തെക്കുറിച്ച് ബോധം ഉണ്ടാവില്ല. അവനൊരു നല്ല കാര്യത്തിലാണെന്ന് അവൻ വിചാരിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഫാസിഖായ മനുഷ്യനാണെങ്കിലോ അബദ്ധം സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റുമെന്ന കുറ്റബോധത്തോടു കൂടെയാണ് അവൻ ജീവിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആത്മാർത്ഥമായി തൗബ ചെയ്ത ആരെങ്കിലും തെറ്റുകളിൽ നിന്ന് മാറിയാൽ സ്വർഗം പോലും അവർക്ക് ലഭിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്ത് ആൽ ഇംറാന്റെ 133-ാമത്തെ വാക്യത്തിൽ ആരാണ് മുത്തഖീങ്ങളെന്നും അവർക്ക് റബ്ബ് തആല സൃഷ്ടിച്ചു വെച്ച ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തെയും കുറിച്ച് പറയുന്നുണ്ട്. ആകാശഭൂമിയുടെ വിശാലത ഉണ്ട് സ്വർഗത്തിന്. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആരാണ് മുത്തഖീങ്ങൾ? പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. നമുക്കൊക്കെ സാധ്യമാണ് ആ മുത്തഖീങ്ങളുടെ ഗണത്തിലേക്ക് വരാൻ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു സ്വർഗം തയ്യാറാക്കി എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ആരാണ് മുത്തഖീങ്ങൾ എന്ന് വിശദീകരിക്കുന്ന ആൽ ഇംറാനിലെ ഭാഗം ഒന്ന് നന്നായിട്ട് പഠിക്കണം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. സാമ്പത്തികമായി അധോഗതി ഉണ്ടെങ്കിലും പുരോഗതി ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ തോതനുസരിച്ച് അള്ളാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നവർ നമുക്ക് സാധ്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. പണം കൊണ്ട് സ്വർഗം നേടിയ മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം. നമ്മൾ ഇസ്ലാമിന്റെ മനോഹാരിത മനസ്സിലാക്കണ്ടേ? മനുഷ്യന് സമ്പാദിക്കാൻ പറ്റുമോ? പറ്റും. അധ്വാനിക്കാൻ പറ്റുമോ? പറ്റും. എത്ര സമ്പാദിക്കാം? ഇസ്ലാം അതിനൊരു കണക്ക് വെച്ചിട്ടില്ല. ഇസ്ലാം അതിനൊരു കണക്ക് വെച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുമ്പോൾ അത് ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്തരിച്ചൊരു കഥയുണ്ട്. അഭിമായ നബിതങ്ങളും കൂട്ടുകാരും ഇരിക്കുമ്പോൾ പല ദിവസങ്ങളിൽ അതിരാവിലെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ വളരെ സ്പീഡിൽ നടന്നു പോകും ജോലിക്ക് വേണ്ടി. പല ദിവസം ഇത് ആവർത്തിച്ചപ്പോൾ സഹാബാക്കിറാം പരസ്പരം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഈ ഊർജ്ജസ്വലത, അദ്ദേഹത്തിന്റെ ഈ ഒരു ആരോഗ്യം, അദ്ദേഹത്തിന്റെ യുവത്വം ദീനിനു വേണ്ടി ചെലവഴിക്കായിരുന്നെങ്കിൽ എത്ര നന്നായി തീരും. അഭിമായ റസൂൽ തങ്ങൾ അത് കേട്ടു. വിശ്വഗുരു അവരെ തിരുത്തി. അവിടുന്ന് ഓരോ കാര്യവും വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം അതിരാവിലെ പോകുന്നത് തന്റെ മാതാപിതാക്കൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങൾ തേടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ അധ്വാനം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അദ്ദേഹം അതിരാവിലെ വളരെ സ്പീഡിൽ ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെ പോറ്റി വളർത്താനാണെങ്കിൽ അതും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. വേണ്ട, അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്നത് തന്റെ സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ, അന്യന്റെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള വിഭവങ്ങൾ സ്വരൂകൂട്ടാനാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാളിയാണ് അദ്ദേഹം. നോക്കുമ്പോൾ ഇത്രമേ